ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു എ ഡി അപ്ഡേറ്റ്സ്. അപ്പോൾ ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. ഇപ്രാവശ്യം വന്നിരിക്കുന്നത് നമ്മുടെ ധനുഷും നയൻതാരയും തമ്മിൽ ചെറിയൊരു പ്രശ്നം ഇപ്പോൾ 2 ദിവസമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രശ്നം ഒരു NOC പ്രോബ്ലം, അതുപോലെ തന്നെ ഒരു 10 കോടീൻ്റെ കേസും, അത്രേ ഉള്ളൂ. അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. സോ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ സംഭവം ഇതാണ്. നമ്മുടെ ലേഡി സൂപ്പർ സ്റ്റാർ നയൻതാര ഒരു ഓപ്പൺ ലെറ്റർ ധനുഷിനിപ്പോൾ അയച്ചിരിക്കുകയാണ്. വേറെ ഒന്നുമല്ല, ധനുഷ് നയൻതാരയ്ക്ക് ഒരു വക്കീൽ നോട്ടീസ് അയച്ചിരുന്നു. 10 കോടി രൂപ നഷ്ടപരിഹാരം വേണമെന്ന് പറഞ്ഞിട്ട്. അത് വേറൊന്നിനുമല്ല, 2015 റിലീസായ ഒരു തമിഴ് സിനിമയാണ് നാനും റൗഡിതാൻ. ആ സിനിമ ഡയറക്റ്റ് ചെയ്തത് നയൻതാരയുടെ ഹസ്ബൻഡായിട്ടുള്ള വിഘ്നേഷ് ശിവനാണ്. സിനിമ പ്രൊഡ്യൂസ് ചെയ്തത് ധനുഷ്, അഭിനയിച്ചത് നയൻതാര, വിജയ് സേതുപതി. നാനും റൗഡിത എന്ന സിനിമയിലൂടെയാണ് നയൻതാരയും വിഘ്നേഷ് ശിവനും തമ്മിൽ ഇഷ്ടാവുന്നതും മാരേജ് ചെയ്യാനുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതും. 2 വർഷം മുമ്പ്, അതായത് 2022 നയൻതാരയുടെയും വിഘ്നേഷ് ശിവൻ്റെയും വിവാഹം കഴിയുന്നത്. ഈ ഒരു സിനിമ കാരണമാണ് ഇവർ തമ്മിൽ ഇഷ്ടത്തിലായതും കല്യാണം കഴിച്ചതും. സോ അവരുടെ ആ റിലേഷൻ്റെയും മാരേജിൻ്റെയും ഒക്കെ ഏറ്റവും വലിയ സംഭവം എന്ന് പറയുന്നത് ആ ഒരു സിനിമയാണ്. 2 വർഷം മുമ്പ് ഇവരുടെ ഈ വിവാഹ വീഡിയോ ഡോക്യുമെൻ്ററി ആക്കാൻ വേണ്ടിയിട്ട് നെറ്റ്ഫ്ലിക്സുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് ഡോക്യുമെൻ്ററി ആക്കാൻ വേണ്ടിയിട്ട് നെറ്റ്ഫ്ലിക്സിന് കൊടുത്തിരുന്നു. ആ ഒരു വീഡിയോയ്ക്കാണ് ഇപ്പോൾ ധനുഷ് 10 കോടി രൂപ നഷ്ടപരിഹാരം ചോദിച്ചിരിക്കുന്നത്. സംഭവം വേറൊന്നുമല്ല, ആ ഒരു ഡോക്യുമെൻ്ററിയിൽ നാനു റൗഡിത മൂവിയിലെ ഒരു 3 സെക്കൻഡ് ക്ലിപ്പ്, ചെറിയൊരു BTS ക്ലിപ്പ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിനെതിരെയാണ് ധനുഷ് 10 കോടി രൂപ നഷ്ടപരിഹാരം ചോദിച്ചിരിക്കുന്നത്. പ്രൊഡ്യൂസർ ധനുഷാണ്. ധനുഷ് തന്നെയാണ് അതിൻ്റെ NOC കൊടുക്കേണ്ടത്. ഇതിൻ്റെ NOCക്ക് വേണ്ടി നയൻതാര ധനുഷിൻ്റെ പുറകെ കുറേ നടന്നെന്ന് കേട്ടിരുന്നു. എന്നാൽ ധനുഷ് അത് കൊടുക്കാൻ തയ്യാറായില്ലെന്നും മാക്സിമം അവോയ്ഡ് ചെയ്തെന്നുമാണ് ന്യൂസുകൾ കേൾക്കുന്നത്. ധനുഷ് അത് കൊടുത്തിട്ടുണ്ടാവില്ല, മേ ബി പല കാരണങ്ങളും ആയിരിക്കാം, ഒന്നും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. സിനിമയുടെ പ്രൊഡ്യൂസർ ധനുഷാണ്. അതുകൊണ്ട് ആ ക്ലിപ്പ് ആര് യൂസ് ചെയ്താലും അത് കോപ്പിറൈറ്റ് അടിക്കാനുള്ള അവകാശം ധനുഷിന് തന്നെയാണുള്ളത്. അതുതന്നെയാണ് ധനുഷ് ഇവിടെ ചെയ്തത്. ധനുഷ് ഇങ്ങനെ ചെയ്തതുകൊണ്ട് നമ്മളെ നയൻതാര ഇപ്പോൾ ഒരു ബോംബിട്ടിരിക്കുകയാണ്. ആ ബോംബാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഓപ്പൺ ലെറ്റർ. ധനുഷ് ഈ ചെയ്തത് തൻ്റെ ഹൃദയം തകർത്തുവെന്നും ഓഡിയോ ലോഞ്ചിൽ ആരാധകരോട് സംസാരിക്കുന്ന നിഷ്കളങ്കനായ ധനുഷ് അല്ല ഇത്. അത് ഒരു മുഖംമൂടി മാത്രമാണ്. ധനുഷിൻ്റെ യഥാർത്ഥ മുഖം ഇതാണ്. ഇത്രയും തരം താണ പ്രവൃത്തി ധനുഷ് തന്നോട് ചെയ്യുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. പകർപ്പവകാശം ഉന്നയിച്ച് രാജ്യത്തെ കോടതിയിൽ ധനുഷിന് പിടിച്ചേൽക്കാൻ സാധിക്കും. എന്നാൽ ദൈവത്തിൻ്റെ കോടതിയിൽ ധനുഷ് ഉത്തരം പറയേണ്ടി വരും എന്നൊക്കെയാണ് ലേഡി സൂപ്പർ സ്റ്റാർ നയൻതാര പറഞ്ഞിരിക്കുന്നത്. ഇതിലിപ്പോൾ മെയിനായിട്ടൊരു കാര്യം നോക്കിക്കഴിഞ്ഞാൽ, നയൻതാരയുടെ ആ ഒരു ഡോക്യുമെൻ്ററി, അതായത് നയൻതാരയുടെ ഫിലിം ജേണി മുതൽ മാരേജ് വരെയുള്ള ആ ഒരു ഡോക്യുമെൻ്ററി നെറ്റ്ഫ്ലിക്സ് പ്രൊഡക്റ്റ് ആയിട്ടാണ് ലോഞ്ച് ചെയ്യുന്നത്. പിന്നെ നയൻതാരയുടെ മാരേജിന് മീഡിയാസിനൊന്നും അകത്ത് വിട്ടിരുന്നില്ല. ആരൊക്കെ വന്നു പോയി എന്നതുപോലും ആരും അറിഞ്ഞിട്ടില്ല. ഈ ഒരു പ്രശ്നത്തെ ചൊല്ലി നയൻതാരയെ സപ്പോർട്ട് ചെയ്ത് കുറേ മലയാളി നടിമാർ വന്നിരുന്നു. പാർവതി അടക്കം പോസ്റ്റ് റീഷെയർ ചെയ്തിരുന്നു. സ്റ്റാർട്ടിംഗ് തൊട്ടേ ധനുഷിനെതിരെ കുറേ ഹെയ്റ്റ് കമൻസും വന്നിരുന്നു. ധനുഷ് എന്താ ഇങ്ങനെ 3 സെക്കൻഡ് വീഡിയോയ്ക്കാണല്ലോ 10 കോടി ചോദിച്ചത് എന്നൊക്കെ പറഞ്ഞ്. ഞാനും ആദ്യം ചിന്തിച്ചിരുന്നു, 3 സെക്കൻഡ് വീഡിയോയ്ക്ക് 10 കോടിയൊക്കെ അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോയെന്ന്. എന്നാൽ പിന്നെ ചിന്തിച്ചപ്പോഴാണ് മനസ്സിലായത്, ഇപ്പോൾ നയൻതാര അവരുടെ ഡോക്യുമെൻ്ററി കൊളാബറേറ്റ് ചെയ്ത് നെറ്റ്ഫ്ലിക്സായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ടാണ് റിലീസ് ചെയ്തിരിക്കുന്നത്. ഇത് നയൻതാരേൻ്റെ ആ ഒരു ഡോക്യുമെൻ്ററി ആണല്ലോ. ഇത് നയൻതാര നെറ്റ്ഫ്ലിക്സിന് വിൽക്കുകയാണ് ചെയ്തത്, സെയിൽ ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ നെറ്റ്ഫ്ലിക്സ് ചുമ്മാ മേടിച്ചതല്ലല്ലോ. നല്ലൊരു തുകയ്ക്ക് തന്നെയായിരിക്കും നയൻതാര നെറ്റ്ഫ്ലിക്സിന് ആ ഒരു ഡോക്യുമെൻ്ററി വിറ്റത്. നയൻതാരയ്ക്ക് എന്തായാലും നല്ല രീതിയിൽ ക്യാഷും കിട്ടിക്കാണും. അപ്പോൾ പിന്നെ ധനുഷ് എന്തുകൊണ്ട് അത് ചോദിച്ചതിൽ തെറ്റ്? ഒരു തെറ്റ് നമുക്ക് പറയാൻ പറ്റില്ല. ധനുഷ് കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ, ആ പൈസ വെച്ച് ധനുഷ് നാനു റൗഡിത എന്ന് പറഞ്ഞൊരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതിൽ നയൻതാര അഭിനയിക്കുന്നു, ഡയറക്ടർ വിഘ്നേഷ് ശിവൻ. അവർ രണ്ടുപേരും ഇഷ്ടപ്പെടുന്നു, കല്യാണം കഴിക്കുന്നു. അതിന് ധനുഷ് എന്ത് കഴിച്ചു? അതിൻ്റെ NOC അവകാശം പ്രൊഡ്യൂസറായിട്ടുള്ള ധനുഷിൻ്റെ തന്നെയാണല്ലോ. ധനുഷിനോട് പറയാണ്ട് അകത്തൊരു 3 സെക്കൻഡ് അല്ല, 1 സെക്കൻഡ് 2 സെക്കൻഡ് വീഡിയോ എടുത്താലും കോപ്പിറൈറ്റ് ക്ലെയിം ചെയ്യുന്നത് കൊണ്ട് ഒരു വിഷയവുമില്ല. അത് അയാളുടെ ഉടമസ്ഥതയിലുള്ള ഒരു സാധനമാണ്. അയാൾ അറിയാണ്ട് അതിലുള്ള ഒരു കാര്യങ്ങളും ഒന്നിലേക്ക് എടുക്കാൻ പാടില്ല. അപ്പം നയൻതാര ചെയ്തത് അൾട്ടിമേറ്റ് തെണ്ടിത്തരം തന്നെയാണ്, അതിലൊരു ഡൗട്ടും വേണ്ട. എന്നിട്ട് പുള്ളിക്കാരി വലിയ കാര്യത്തിൽ വലിയൊരു ഓപ്പൺ ലെറ്റർ അയച്ചേക്കുന്നത് എന്തിന്? അതിൻ്റെ ഇടയ്ക്ക് വിഘ്നേഷ് ശിവനും ഇൻസ്റ്റയിൽ ധനുഷിനെ കുറിച്ച് സ്റ്റോറി ഇട്ടിരുന്നു. വല്ല കാര്യമുണ്ടോ? ഒരു കാര്യവുമില്ല. വെറുതെ നയൻതാരയെ സപ്പോർട്ട് ചെയ്യാൻ കുറേ ഫെമിനിസ്റ്റുകളും. ഞാൻ എന്തായാലും പേഴ്സണലി പറയാലോ, ധനുഷിൻ്റെ ഭാഗത്ത് തന്നെയാണ്.
മൂപ്പരകത്ത് ഒരു തെറ്റുമില്ല. മൂപ്പരാണ് പ്രൊഡ്യൂസർ. മൂപ്പർ എന്തുകൊണ്ട് ഒരു സിനിമയുടെ NOC ഫ്രീ ആയിട്ട് കൊടുക്കണം? അതിപ്പോൾ 3 സെക്കൻഡ് ആണെങ്കിൽ പോലും അതിൻ്റെ ആവശ്യമില്ല. മൂപ്പര് കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ കൊണ്ട് പ്രൊഡ്യൂസ് ചെയ്ത പടം ആ സിനിമയുടെ NOC കൊടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന അടക്കം ധനുഷാണ്. അതിൽ നയൻതാരയ്ക്കോ വിഘ്നേഷ് ശിവനോ ഒരു റോളും ഇല്ല. എന്നിട്ട് മൂപ്പരോട് ചോദിക്കാണ്ട് 3 സെക്കൻഡ്സും എടുത്തിട്ട് മൂപ്പർക്കെതിരെ ഇപ്പോൾ ഒരു ഓപ്പൺ ലെറ്ററും. കൊള്ളാം. പിന്നെ നയൻതാര അത്ര ചില്ലറ പുള്ളിക്കാരിയൊന്നും അല്ല. നല്ല പുള്ളിക്കാരി ആയിരുന്നെങ്കിൽ നോക്കായിരുന്നു. ഇതങ്ങനെയൊന്നും അല്ല. നയൻതാരനെ കുറിച്ച് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ഷൂട്ടിംഗ് ലൊക്കേഷൻ വീടിൻ്റെ ഒരുപാട് ദൂരെയാണെങ്കിൽ അതിന് എക്സ്ട്രാ സാലറി. അതുപോലെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നയൻതാരേനെ 2 കുട്ടികളെ നോക്കാൻ 5-6 ആയമാർ. ആയമാർക്ക് സാലറി കൊടുക്കുന്നത് നയൻതാരയല്ല, ഏതാണോ സിനിമ അതിൻ്റെ പ്രൊഡ്യൂസേഴ്സ്. ഇതൊക്കെയാണ് നയൻതാരേൻ്റെ ഓരോ ശീലങ്ങൾ. ഇതിനൊക്കെ പച്ചമലയാളത്തിൽ വേറെ വാക്കുകളാണ് പറയുക. അതിപ്പോൾ എന്തായാലും ഞാൻ പറയുന്നില്ല. പിന്നെ നയൻതാരയുടെ മെയിൻ പ്രശ്നമാണ് സിനിമ ഷൂട്ടിങ്ങിനൊക്കെ വരുമെങ്കിലും പടത്തിൻ്റെ പ്രമോഷന് പോകില്ല. എന്തിന്? ഓഡിയോ ലോഞ്ചിന് പോലും പങ്കെടുക്കില്ല. പുള്ളിക്കാരി ലേഡി സൂപ്പർ സ്റ്റാർ അല്ലേ. പ്രമോഷനൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സീനല്ലേ. പ്രമോഷനൊന്നും പോകില്ല. നിങ്ങൾ നയൻതാര അഭിനയിച്ച ഏത് സിനിമ വേണേലും എടുത്തോ, പുള്ളിക്കാരി ഒരു സിനിമയുടെ പ്രമോഷനെങ്കിലും വന്നിട്ടുണ്ടോ എന്നുള്ളത് ഡൗട്ടാണ്. കാരണം വരാറില്ല. ആ ലെവലിൽ ജാടയാണ്. അതുപോലെ തന്നെ നമ്മുടെ മലയാളി താരം മമത മോഹൻദാസിനും നയൻതാരയുടെ കയ്യിൽ നിന്ന് ഒരു ചെറിയ പണി കിട്ടിയിട്ടുണ്ട്. നമ്മുടെ മമ്മൂട്ടിയും അതുപോലെ ശ്രീനിവാസനും ഒരുമിച്ച് അഭിനയിച്ച കഥ പറയുമ്പോൾ എന്ന സിനിമയുടെ തമിഴ് റീമേക്കായിരുന്നു കുസേലൻ. ആ ഒരു സിനിമയിൽ രജനീകാന്തും പശുപതിയായിരുന്നു ലീഡ് റോളിൽ എത്തിയിരുന്നത്. ഫീമെയിൽ ലീഡായിട്ട് വന്നിരുന്നത് നയൻതാരയായിരുന്നു. ആ ഒരു സിനിമ എന്ന് പറയുന്നത് സിനിമയുടെ ഉള്ളിൽ വേറൊരു സിനിമ, അങ്ങനെയൊരു സംഭവമായിരുന്നു. അതുകൊണ്ട് തന്നെ മമത മോഹൻദാസിനെ ആ ഒരു സിനിമയിൽ ഒരു ഡയറക്ടറായിട്ടുള്ളൊരു വേഷം, അതായത് ഒരു സോങ് ഷൂട്ട് ചെയ്യുന്ന ഒരു ഡയറക്ടറായിട്ടുള്ള വേഷത്തിന് വേണ്ടിയിട്ട് വിളിച്ചിരുന്നു. 4 ദിവസത്തെ ഷൂട്ടിംഗ് ആയിരുന്നു. അതിനുവേണ്ടി മമത മോഹൻദാസ് ഫ്ലൈറ്റ് പിടിച്ച് ദുബായിൽ നിന്ന് വന്നു. ഷൂട്ടിംഗ് സ്പോട്ടിൽ എത്തിയപ്പോഴാണ് എന്തൊക്കെയോ പ്രശ്നമുണ്ടെന്ന് മനസ്സിലായത്. അവസാനം മമത മോഹൻദാസിൻ്റെ ചെറിയ ഫേസിൻ്റെ ചെറിയ സൈഡ് മാത്രം കാണുന്ന രീതിയിൽ ഏതോ ഒരു ചെറിയ സീൻ മാത്രമേ കുസേലൻ എന്ന സിനിമയിൽ ആഡ് ചെയ്തിരുന്നുള്ളൂ. ഇതിൻ്റെ പിന്നിൽ കളിച്ചത് നയൻതാരയാണ്. മമത മോഹൻദാസിൻ്റെ അത്യാവശ്യം ലെങ്ത്തുള്ള സീൻ നയൻതാര പറഞ്ഞ് വെട്ടിക്കുറച്ച് മമത മോഹൻദാസിന് പോലും മനസ്സിലാവാത്ത രീതിയിൽ ആക്കിക്കളഞ്ഞു. മമത തന്നെ പറഞ്ഞു, കുസേലൻ എന്ന സിനിമയിലെ ആക്ട്രസിൻ്റെ ഈഗോ പ്രശ്നം കൊണ്ടാണ് എൻ്റെ സീൻസ് കട്ട് ചെയ്ത് കളഞ്ഞത്. കുസേലനിൽ ആക്ട്രസ്സായിട്ടുണ്ടായിരുന്നത് നമ്മുടെ നയൻതാരയാണ്. പുള്ളിക്കാരീൻ്റെ ഈഗോ എന്താണെന്ന് നമ്മൾ ഓൾറെഡി ഒരുപാട് കേട്ടിട്ടുണ്ട്. സോ മമതേൻ്റെ സീൻസ് അടക്കം പുള്ളിക്കാരി കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളിക്കാരീൻ്റെ ഈഗോ ഏത് ലെവലാണെന്ന് നമുക്കൊക്കെ ചിന്തിച്ച് നോക്കാവുന്നേ ഉള്ളൂ. ഇതൊക്കെയാണ് പുള്ളിക്കാരിയുടെ സ്വഭാവം. എന്നിട്ടാണ് ധനുഷിനെ ഈ ലെവലിൽ കുറ്റം പറയുന്നത്. നയൻതാരയുടെ ജാട കണ്ടാൽ തോന്നും തമിഴ് ഇൻഡസ്ട്രിയുടെ ടോപ്പിലിരിക്കുന്നത് നയൻതാരയാണെന്ന്. തേങ്ങയാണ്. നയൻതാരയ്ക്ക് എവിടെ നിന്നാണ് ഈ ഫാൻസ് ഉണ്ടായത്? എന്ത് കണ്ടിട്ടാണ്? പണ്ടത്തെ മലയാള സിനിമയെന്നാണോ? മലയാള സിനിമയിലുള്ള നയൻതാരയും ഇപ്പോഴത്തെ നയൻതാരയും തമ്മിലുള്ള ഡിഫറൻസ് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. നയൻതാരയ്ക്കുണ്ടായ ഫാൻസിന് കാരണം നയൻതാരയുടെ അഭിനയമൊന്നുമല്ല. പണ്ടത്തെ നയൻതാരയും ഇപ്പോഴുള്ള നയൻതാരയും തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. അതിപ്പോൾ ചെയ്യുന്ന ക്യാരക്ടേഴ്സ് അടക്കം. പണ്ട് മുഴുവൻ ഗ്ലാമറസ് ആയിട്ടുള്ള വേഷങ്ങളും കാര്യങ്ങളും ആയിരുന്നു നയൻതാര ചെയ്തിരുന്നത്. പിന്നെ ഇപ്പോഴാണ് കുറച്ചേലും ബെറ്റർ ആയിട്ടുള്ള നല്ല ക്യാരക്ടേഴ്സ് ചെയ്യാൻ തുടങ്ങിയത്. അതിലിപ്പോൾ തമിഴ് ഇൻഡസ്ട്രിയിൽ ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് പറയാൻ മാത്രം ഒന്നുമില്ല. നല്ല വേഷങ്ങളൊന്നും നയൻതാരയ്ക്കിപ്പോൾ കിട്ടാറില്ല. അതാണ് സത്യം. ഈ ഒരു സ്വഭാവമുള്ള വ്യക്തിയാണ് ധനുഷിനെ കുറ്റം പറയുന്നതും ധനുഷിൻ്റെ സ്വഭാവം ശരിയല്ല എന്നൊക്കെ പറഞ്ഞിട്ടിപ്പോൾ ഒരു ഓപ്പൺ ലെറ്റർ ആയിട്ടുള്ള ബോംബ് പൊട്ടിച്ചിരിക്കുന്നതും. ആദ്യം സ്വയം നന്നാവുക, എന്നിട്ട് മറ്റുള്ളവരെ കുറ്റം പറയുക. ഇതൊന്നുമില്ല. സ്വയം നന്നാവത്തുമില്ല, എന്നാൽ മറ്റുള്ളവരെയൊട്ടും വെറുതെ വിടുകയില്ല. സ്വന്തം ഭാഗത്ത് വലിയ ന്യായം ഉണ്ടെങ്കിൽ പറയുന്നത് ഓക്കെ. ഇതൊരു ന്യായവും ഇല്ലാണ്ട് മറ്റുള്ളൊരു വ്യക്തിയെ കുറ്റം പറയുക എന്ന് പറയുന്നത് ചില്ലറ കഴപ്പൊന്നുമല്ല. ധനുഷിൻ്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല. പുള്ളി ചെയ്തത് തന്നെയാണ് ശരി. നയൻതാരേൻ്റെ ഭാഗത്ത് തന്നെയാണ് തെറ്റ്. അതിപ്പോൾ സോഷ്യൽ മീഡിയ വഴി നയൻതാരയ്ക്ക് നല്ലപോലെ കിട്ടുന്നുമുണ്ട്. അനുഭവിക്കട്ടെ, അല്ലാണ്ട് ഇപ്പോൾ എന്ത് പറയാൻ. ഒരു കാര്യമല്ലാണ്ട് ഏണി പിടിക്കാൻ പോയിട്ടല്ലേ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾ ധനുഷിൻ്റെ ഭാഗത്താണോ നയൻതാരയുടെ ഭാഗത്താണോ എന്നുള്ളത് കൂടി കമൻറ്റ് ചെയ്യുക. ചാനൽ എല്ലാവരും സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സോ ബൈ ഗൈസ്.